ഹായ് ഹലോ കുക്കുമിനു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു ക്രീമും നമുക്ക് ഒരു ഫേസ് സിറവും പിന്നെ ഒരു കണ്ണിന് ചുറ്റുമുള്ള കറുപ്പിന് വേണ്ടിയിട്ട് ഒരു സിറവുമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ഗ്രീൻ ടീ ചെമ്പരത്തി പൂവിൻ്റെ ജ്യൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടിൻ്റെ ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് അത്ര ബെനിഫിറ്റാണ്, കുറച്ചെങ്കിലും പേർക്ക് ഇത് അറിയായിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണങ്ങൾ. ഗ്രീൻ ടീ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് റിച്ച് കല്ലവറയെന്ന് തന്നെ പറയാം ഗ്രീൻ ടീ, മനസ്സിലായോ? അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ഒത്തിരി പേര് പറഞ്ഞ് കേൾക്കാത്ത ഒരു സാധനം നമ്മുടെ ചെമ്പരത്തിപ്പൂവിന്. ഇതിൻ്റെ ഗ്രീൻ ടീയെക്കാട്ടിലും ബെനിഫിറ്റ്സ് ഉണ്ട് ചെമ്പരത്തിപ്പൂവിന്. പക്ഷെ ആരും അങ്ങോട്ട് പറയുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നില്ല ആൾക്കാരിലോട്ട്. ഹിബിസ്കസിന് ചെമ്പരത്തിപ്പൂവെന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഏജിങ്, അതൊക്കെയല്ല ഒരുപാട് ഗുണങ്ങൾ ഇതല്ലാതെ ഉണ്ട്. ഞാൻ ചില വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് രണ്ടുമാണ് ഇന്ന് നമ്മുടെ ക്രീമിൻ്റെയും സിറത്തിൻ്റെയും ഒക്കെ ബേസായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അലോവേര ഉണ്ട്, റോസ് വാട്ടറുണ്ട്, ഗ്ലിസറിനുണ്ട്. പിന്നെ ഓയിലായിട്ട് ഞാൻ ഇച്ചിരി ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ജോജോബ ഓയിലുണ്ട്, റോസിപ്പ് ഓയിലുണ്ട്. ഇത്രയും കൊണ്ട് നമുക്ക് ഒരു മോയ്സ്ചറൈസറും പിന്നെ ഒരു ഫേസിലോട്ടുള്ള മോയ്സ്ചറൈസറാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഏത് വെച്ച്? ഗ്രീൻ ടീയുടെ ഇതിൻ്റെ. അതിന് ആദ്യം നമ്മൾ ഒഴിക്കുന്നത് 1 ടീസ്പൂൺ ഗ്രീൻ ടീ, നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ്. രണ്ടാമത് ഈ ഒലിവ് ഓയിലിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത് 1/2 ടീസ്പൂൺ. ഈ ക്രീമൊക്കെ നമുക്ക് ഇതെല്ലാവർക്കും ഉപയോഗിക്കാം. നമ്മൾ നോക്കിയത് ഒലിവ് ഓയിലുണ്ട്, അതുണ്ട്, ഇതുണ്ട്, പക്ഷേ ഇല്ല, എല്ലാം നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഉപയോഗിക്കുന്നില്ല. ജോജോബ ഓയിലിൻ്റെ ഗുണങ്ങൾ അതും ഫേസിന് നമ്മൾ 3 തുള്ളിയെ എടുത്തിട്ടുള്ളൂ. ഗ്ലിസറിനാണ് വേണ്ടി ഇതിന്. ഇതിൻ്റെ അകത്ത് നമ്മൾ റോസിപ്പ് ഓയിൽ ഒഴിക്കുന്നില്ല. നമ്മൾ ജോജോബ ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ വൈറ്റമിൻ ഇ ഓയിൽ ക്യാപ്സൂള്, അത് 2 എടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അലോവേര ആഡ് ചെയ്ത് നമുക്ക് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതൊരു ക്രീം രൂപത്തിൽ കിട്ടണം. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് അറിയാമല്ലോ. മറ്റേ സിറത്തിന് ചേർത്തതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസ് തന്നെ നമ്മൾ ഇതിന് ചേർത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന് നമ്മൾ എക്സ്ട്രാ ചേർക്കാതിരുന്നത് റോസിപ്പ് ഓയിൽ മാത്രമേ ചേർക്കാതിരുന്നിട്ടുള്ളൂ. നമുക്ക് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ കളറിൽ ഈ മോയ്സ്ചറൈസർ നമുക്ക് കിട്ടും. രാത്രി നൈറ്റും നമുക്ക് മോയ്സ്ചറൈസറിന് പകരമായിട്ട് നമുക്ക് ശരിക്കും ഉപയോഗിക്കാം. ഇത് ഞാനൊരു ശകലം ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊരു നല്ലൊരു ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇത് പെട്ടെന്ന് ഇപ്പോൾ നല്ലതായിട്ട് ഇത് കണ്ടോ,
ഇത് ഓയിലി ആയിട്ട് ഇരിക്കത്തേ ഇല്ല. ഇതിപ്പം നോക്കിയത് കണ്ടോ, അതുപോലെ ഉണ്ടാക്കി മോയ്സ്ചറൈസർ ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്കിതുപോലൊരു ഗ്ലാസ് ജാറിൻ്റെ അകത്ത്, ഇതുപോലെ നല്ലൊരു ഗ്ലാസ് ജാറിൻ്റെ അകത്ത് ഇത് ഇട്ട് വെക്കാം. ഇട്ട് വെച്ചാൽ നമുക്ക് ഇത് പിന്നെ പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാം. ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അഴുക്കാകത്തേ ഇല്ല, കേടാകത്തില്ല. അപ്പം നമ്മൾ മോയ്സ്ചറൈസർ ഉണ്ടാക്കി ഫേസ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റും ഈ കറുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പുറമേ പുരട്ടുന്നതിനേക്കാളും നല്ലത് നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നമുക്ക് എന്തെങ്കിലും രോഗത്തിൻ്റെ കെയർ ഓഫിലാണ് ഈ കണ്ണിന് ചുറ്റും ഇങ്ങനെ കറുപ്പ് വരുന്നതെന്ന് നമ്മളതിന് ഉറപ്പ് വരുത്തണം. ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നമ്മൾ ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പിന് തേച്ചിട്ട് ഫലമുള്ളൂ. കാരണം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇതൊക്കെ പുരട്ടിയോട് നമുക്ക് കാര്യമുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കറിയാം, എനിക്ക് ഉറക്കം കുറവാണ്. ഈ രാത്രി എഡിറ്റിങ് ഇതൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ കണ്ണിന് അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ട നമ്മൾ ഈ ക്രീം ഇട്ടിട്ട് നമ്മൾ ശരിക്കും ഉറങ്ങണം, എന്നാലേ പ്രയോജനമുള്ളൂ. അല്ലാതെ വെറുതെ ക്രീം ഇട്ടുകൊണ്ട് പ്രയോജനമില്ല. നമ്മൾ ശരിക്കും കണ്ണിന് റെസ്റ്റ് കൊടുക്കണം. കണ്ണിന് എക്സസൈസ് ഉണ്ട്, അത് ചെയ്യണം. അതൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്താലേ നമ്മൾ ക്രീം ഇട്ടിട്ട് ഫലമുള്ളൂ കേട്ടോ. നമ്മൾ ശരിക്കും ഉറക്കം നമ്മൾ ഒരു മെയിൻ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് സിറം ഉണ്ടാക്കാം. ഇനി ആദ്യം ഞാൻ ജ്യൂസും ഗ്രീൻ ടീയുടെ ഇതുമായിട്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഞാനൊരു കോഫിയുടെ ഒരു സിറം ഉണ്ടാക്കിയതോടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിന് മെയിനായിട്ട് ഇതിന് വേണ്ടത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളാണ്. അത് ഞാൻ 3 എണ്ണമാണ് എടുക്കുന്നത്. ഇത് നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അകത്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കണമെന്നില്ല. കാരണം നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ക്വാണ്ടിറ്റി ചുറ്റുമുള്ള കറുപ്പിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അത് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. ഞാനൊരു 1/2 ടീസ്പൂൺ എടുക്കുന്നുണ്ട് ഒലിവ് ഓയിൽ. പിന്നെ ഗ്ലിസറിൻ 1/2 ടീസ്പൂൺ. പിന്നെ ജോജോബ ഓയിൽ. അത് ഞാൻ മറ്റൊഴിച്ചിനേക്കാളും കൂടുതലാണ്. ഇതിനും റോസിപ്പ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഒരു 3 തുള്ളിയേ ഒഴിച്ചിട്ടുള്ളൂ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ അലോവേര ജെല്ലും കൂടെ ഇത് ജോബീസിൻ്റെ അലോവേര ജെല്ലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഒഴിക്കാനുണ്ട്. അത് ഞാനിതൊന്ന് തിക്ക് ആയിക്കോട്ടെ കേട്ടോ. ഇത് ഐസിറമാണ്. ഇത് നോക്കി കണ്ടോ, ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മതി. റോസ് വാട്ടർ എപ്പോഴും കണ്ണിന് നല്ല സാധനമാണ്, നല്ല കുളിർമ തരുന്നതാണ് കണ്ണിന്. ഇത് കണ്ടോ, നമുക്ക് ഒരു സിറമായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഈ കൺസിസ്റ്റൻസിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സിറം ഉണ്ടാക്കി, നമ്മൾ മോയ്സ്ചറൈസർ ക്രീം ഉണ്ടാക്കി, റിച്ചായ സാധനങ്ങളാണ് ഗ്രീൻ ടീ, ചെമ്പരത്തിപ്പൂ. അത് വെച്ചാണ് നമ്മൾ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. വൈറ്റമിൻ ഇ ഓയിലും ജോജോബ ഓയിലും റോസിപ്പ് ഓയിലും ഒലിവ് ഓയിലും റോസ് വാട്ടറും ഗ്ലിസറിനും, ഇതെല്ലാം കൂട്ടിയാണ് നമുക്ക് ഇതുപോലുള്ള കാലി ബോട്ടിലുണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ, അതിൽ നമ്മൾ ഈ സിറം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ണിലൊഴിക്കുന്ന സിറം ഒഴിച്ചു. കാരണം ഇത് തണുപ്പിച്ചിട്ട്, ഐസിറം എപ്പോഴും തണുപ്പിച്ചിട്ട് കണ്ണിലിടുമ്പോൾ ഒന്നും കൂടെ ഒരു സുഖം കിട്ടും. ഇത് കണ്ടോ,
നമ്മൾ മുമ്പേ മോയ്സ്ചറൈസർ ഇട്ടിട്ട് നോക്കിയാൽ വല്ല എണ്ണമയോ വല്ല ഒട്ടിപ്പിടിക്കലോ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാൽ ഒന്നുമില്ല. അപ്പോൾ ഇന്നുണ്ടാക്കിയ മോയ്സ്ചറൈസർ ക്രീമും ഫേസ് സിറവും ഐസ് സിറവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഗ്രീൻ ടീ മിക്ക വീടുകളിലും ഉണ്ട്. ചെമ്പരത്തിപ്പൂ ഇവിടെ ഗൾഫിലൊക്കെയാണ് കിട്ടാൻ പാട്, നാട്ടിൽ സുലഭമായിട്ട് കിട്ടും. അതിൻ്റെ നീരെടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഈ 3 ക്രീമും ശരിക്കും ചെമ്പരത്തിപ്പൂവും ഗ്രീൻ ടീ നമ്മുടെ ഫേസിൽ അപാര മാറ്റങ്ങൾ വരുത്തും. നിങ്ങൾ ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ട് ഈ ഓയിൽ റോസിപ്പ് ഓയിലോ ജോജോബ ഓയിലോ ഒന്നും വാങ്ങിക്കണമെന്നില്ല. ഒലിവ് ഓയിൽ മിക്ക വീടുകളിലും കാണും. തേങ്ങ എണ്ണ ഉണ്ടല്ലോ, വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ 10 രൂപ എങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നി. അതും കൂടെ വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണമെന്ന് എൻ്റെ അഭ്യർത്ഥനയാണ്. നിങ്ങളിത് ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. ഓക്കെ, മറക്കല്ല. ഇത് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത ടോപ്പിക്കുമായിട്ട് വേറെ ഒരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.